നമസ്കാരം. ശോഭിത സോളാർ സിറ്റിസൺ റിപ്പോർട്ട് 2014 പവേർഡ് ബൈ IIIQ എല്ലാ പ്രേക്ഷകർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് 4 മത്സരാർത്ഥികളാണ് മത്സരവേദിയിലേക്ക് എത്തുന്നത്. മത്സരാർത്ഥികളെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് നമ്മുടെ വിധികർത്താക്കളെ സ്വാഗതം ചെയ്യാം. ശ്രീ ഹരീഷ് പി കടയപ്പുറത്ത്, ശ്രീമതി റാണി നികേഷ്. മത്സരാർത്ഥികളിൽ ആദ്യം വേദിയിലേക്ക് എത്തുന്നത് ഒരു കൊച്ചുമിടുക്കി 10 വയസ്സുകാരി അനന്തലക്ഷ്മി, പാലക്കാട് സ്വദേശി. ആലത്തൂർ സ്കൂളിൽ 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു. വാർത്തകളെ ഇഷ്ടപ്പെടുന്ന ഈ കൊച്ചുമിടുക്കി സിറ്റിസൺ റിപ്പോർട്ടർ 2014 അതിഥിയായി എത്തി മത്സരത്തിൽ പങ്കെടുക്കുന്നു. ചിത്രരചനയിലും പ്രസംഗകലയിലും അനന്തലക്ഷ്മി നിരവധി സമ്മാനങ്ങൾ നേടിയിട്ടുണ്ട്. അനന്തലക്ഷ്മിക്ക് സിറ്റിസൺ റിപ്പോർട്ടർ 2014 സ്വാഗതം. ഏത് ക്ലാസ്സിൽ പഠിക്കുന്നു? ആലത്തൂർ സ്കൂളിൽ 5ാം ക്ലാസ്സിൽ. നമ്മൾ നന്നായിട്ട് ചിത്രം വരയ്ക്കും. ചിത്രം വരയ്ക്കാറുണ്ട്. നന്നായി പ്രസംഗിക്കാറുണ്ട്. വാർത്തകൾ ഇഷ്ടമാണ്. പെട്ടെന്നൊരു വാർത്ത പറഞ്ഞാൽ പറയും. പറയാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ മോള് മത്സരിക്കാൻ പോകുന്നത് ഇവിടെ ഒരു ദൃശ്യം കാണിക്കും. ആ ദൃശ്യം അനുസരിച്ചാണ് മോള് വാർത്ത റിപ്പോർട്ട് ചെയ്യേണ്ടത്. മറ്റു മത്സരാർത്ഥികളെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മിഥുൻ 2ാമത്തെ മത്സരത്തിലേക്ക് എത്തുകയാണ്. അതെ, സിറ്റിസൺ റിപ്പോർട്ടിന്റെ റിയാലിറ്റി ഷോ വേദിയിൽ മിഥുനെ കണ്ടപ്പോൾ കൂട്ടുകാർ ആദ്യം എന്താ പറഞ്ഞേ? വളരെ സന്തോഷമുണ്ടെന്ന് എല്ലാവരും പറഞ്ഞത്. എല്ലാവരും സന്തോഷം എന്നെ അറിയിച്ചിരുന്നു. അതുപോലെ മിഥുൻ ഒരു പ്രാദേശിക ചാനലിൽ അവിടെ വാർത്ത റിപ്പോർട്ടിങ്ങിനും പോകാറുണ്ട്. അപ്പോൾ ആ സ്ഥാപനത്തിലുള്ള ആളുകൾ മിഥുൻ്റെ ഈ പെർഫോമൻസ് ഒക്കെ കണ്ടിട്ട് അഭിനന്ദിച്ചോ അതോ അവിടെ നിന്ന് ജോലി പോകുമെന്ന് വല്ലതും പറഞ്ഞോ? ഇല്ല, തീർച്ചയായും അഭിനന്ദിക്കുകയാണ് ചെയ്തത്. ഞങ്ങളുടെ ചാനലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ പൊതുവെ ഉയർച്ചയിലേക്ക് എത്താൻ വേണ്ടി എല്ലാവരെയും പ്രത്യേകം അവർ പിന്താങ്ങും. അതായത് ആരെയും തളർത്താൻ ഒരു വാക്കുപോലും അവിടെ നിന്ന് ആരും പറയാറില്ല. മിഥുന് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. അടുത്ത മത്സരാർത്ഥി വേദിയിലേക്ക് എത്തുന്നു. 3ാമത്തെ മത്സരമാണ്. അതെ, എന്തുണ്ടായിരുന്നു, എങ്ങനെയായിരുന്നു പ്രതികരണങ്ങളൊക്കെ? എനിക്ക് ഇനിയും പറ്റും, എന്തായാലും നന്നാക്കാൻ പറഞ്ഞു. നിതീഷിൻ്റെ വേഗത മറ്റു കൂട്ടുകാരെങ്ങനെ അത് മനസ്സിലാക്കും? നിതീഷ് സംസാരിക്കുന്നത് അവർക്ക് കൃത്യമായി മനസ്സിലാകാറുണ്ടോ? ചിലപ്പോൾ വീണ്ടും ചോദിക്കാറുണ്ട് എന്താ പറഞ്ഞതെന്ന്. പിന്നെ കുറേ കേട്ട് പരിചയമായി അവർക്ക്. ഓക്കെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. അടുത്ത മത്സരാർത്ഥി ബിന്ദു വിനോദ്. 3ാമത്തെ മത്സരമാണ്. നമ്മുടെ ആദ്യ റൗണ്ട് മത്സരങ്ങളിൽ അവസാനത്തേതും. കൂട്ടുകാരും വീട്ടുകാരും പ്രത്യേകിച്ച് മക്കളും സ്കൂളിലെ കുട്ടികളുമൊക്കെ ടീച്ചറിനെ കുറിച്ചും അമ്മയെക്കുറിച്ചും വീട്ടുകാരെക്കുറിച്ചും ഒക്കെ എന്താ അഭിപ്രായപ്പെടുന്നത്? കുഴപ്പമില്ല, ഹാപ്പിയാണ്. പിന്നെ സ്കൂളിൽ അവരുടെ ടീച്ചർ ഇങ്ങനെയൊക്കെ സംസാരിക്കുമെന്ന് അവർക്ക് അറിയത്തില്ലായിരുന്നു. ഇപ്പോൾ അവരും ഹാപ്പിയാണ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ആദ്യ മത്സരാർത്ഥിയിലേക്ക് നമുക്ക് കടക്കാം. അനന്തലക്ഷ്മി. റിപ്പോർട്ടിങ്ങിന്റെ പ്രത്യേകത ദൃശ്യം കണ്ടിട്ട് നമ്മൾ അതിനെക്കുറിച്ച് പറയേണ്ടതുണ്ട്. വാർത്ത നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന പോലെ. അതെ. മോൾ ടിവിയിൽ വാർത്ത കാണാറുണ്ടോ? കാണുന്നുണ്ട്. എങ്ങനെയുള്ള വാർത്തകളാണ് മോൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം? സിനിമാ സംബന്ധിയായ വാർത്തകളാണോ അതോ ശാസ്ത്ര സംബന്ധിയായ? എനിക്ക് ശാസ്ത്ര സംബന്ധമായ വാർത്തകളാണ് കൂടുതൽ ഇഷ്ടം. ഓക്കെ, അപ്പോൾ സ്ക്രീനിൽ തെളിയുന്നത് ശാസ്ത്ര സംബന്ധിയായ വാർത്തയാകട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം, പ്രതീക്ഷിക്കാം. ഇന്ത്യ ഇപ്പോൾ നേടിയിരിക്കുന്നത് ഏറ്റവും വലിയൊരു കാര്യമാണ്. മംഗൾയാൻ ചൊവ്വയിലെത്തി. ഇന്നീ വാക്യം മാധ്യമങ്ങളിലും മറ്റു ദൃശ്യങ്ങളിലും വളരെ പ്രമുഖതയുള്ളതാണ്. 1337 കിലോ ഭാരമുള്ള മംഗൾയാൻ ചൊവ്വ എന്ന അമ്മയെ നേടിക്കഴിഞ്ഞു. മുമ്പ് 3 രാജ്യങ്ങൾ ചൊവ്വ എന്ന അമ്മയെ നേടുവാനായി പ്രയത്നിച്ചു. ചൈനയും ജപ്പാനും ആദ്യം ഇതിൽ പരാജയപ്പെട്ടെങ്കിലും അവർ പിന്നെയും ശ്രമിച്ചെങ്കിലും അവർക്കിത് നേടാൻ കഴിഞ്ഞില്ല. US-ൽ നിന്നും നാസയും യൂറോപ്പിൽ നിന്നും യൂറോപ്യൻ സ്പേസ് ഏജൻസിയും പിന്നെ റഷ്യയിൽ നിന്ന് സോവിയറ്റ് എന്ന ഏജൻസിയും ഇതിനുവേണ്ടി പ്രയത്നിച്ചു. പക്ഷേ പല പ്രാവശ്യം അവരുടെ പ്രയത്നങ്ങളിൽ നിന്നാണ് അവർക്ക് വിജയമുണ്ടായത്. ഏക ഏഷ്യൻ രാജ്യമായ ഇന്ത്യയാണ് ആദ്യ പ്രവർത്തനത്തിൽ തന്നെ വിജയിച്ചത്. സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൽ നിന്നാണ് മംഗൾയാൻ പുറപ്പെട്ടിരിക്കുന്നത്. എസ് അരുൺ അതുപോലെയുള്ള മറ്റു ഒരുപാട് ശാസ്ത്രജ്ഞന്മാർ ഇതിനു വേണ്ടി പ്രയത്നിച്ചിട്ടുണ്ട്. ഇന്ത്യ ഇനിയും പല ഘട്ടങ്ങൾ തരണം ചെയ്യേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. വളരെ
നന്നായിരുന്നു. മോള് വാർത്ത അവതരിപ്പിച്ചപ്പോൾ പ്രസംഗം പറയുന്നത് പോലെ ആയിരുന്നു. സാധാരണ കുട്ടികളെ പോലെ പാട്ടിലും ഡാൻസിലും മാത്രം കമ്പം വയ്ക്കാതെ വാർത്തകളിലേക്കും വൈജ്ഞാനിക മേഖലകളിലേക്കും മോളുടെ മനസ്സിനെയും അതുപോലെ തന്നെ പഠന മേഖലകളെയും തിരിച്ചുവിട്ട രക്ഷകർത്താക്കളെ ഈ വേദിയിൽ വെച്ച് അഭിനന്ദിക്കുകയാണ്. ജഡ്ജസിൻ്റെ കമൻറ്റ് ശ്രദ്ധിക്കണം. അനന്തലക്ഷ്മി, വലിയ ചെറിയ ചില തെറ്റുകളൊക്കെ വന്നിട്ടുണ്ട്, പക്ഷെ അത് സാരമില്ല. ഇതിലേറ്റവും അഭിനന്ദനാർഹം എന്താണെന്ന് വെച്ചാൽ ഈ സിറ്റിസൺ റിപ്പോർട്ടർ ആവാൻ വേണ്ടിയിട്ട് ഈ കൊച്ചു പ്രായത്തിൽ പ്രയത്നിക്കുന്ന അനന്തലക്ഷ്മിക്ക് അഭിനന്ദനം. ഇനിയും ഒരുപാട് ദൂരം മുന്നോട്ട് പോകാനുണ്ട്. ഒരു മികച്ച വാർത്താ അവതാരകയായിട്ട് ഭാവിയിൽ നാം അനന്തലക്ഷ്മിയെ കാണട്ടെ എന്ന് പ്രാർത്ഥിക്കുക കൂടിയാണ്. അഭിനന്ദനങ്ങൾ. അനന്തലക്ഷ്മി വാർത്താ അവതാരകയാണോ അതോ നല്ലൊരു ശാസ്ത്രജ്ഞയാണോ അതൊന്ന്? എന്തായാലും അനന്തലക്ഷ്മിക്ക് സയൻസ് ഇഷ്ടമാണെന്ന് പറഞ്ഞു. അത്തരത്തിൽ തന്നെ ഒരു വിഷയവും കിട്ടി അല്ലേ? സന്തോഷമുണ്ടല്ലോ. ഉണ്ട്. നന്നായിരിക്കുന്നു അനന്തലക്ഷ്മി. അനന്തലക്ഷ്മി, അപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട ജഡ്ജസ്മാർ പറഞ്ഞ കമൻ്റൊക്കെ കേട്ടു. എൻ്റെ വക പ്രത്യേക അഭിനന്ദനം. താങ്ക്സ്. അനന്തലക്ഷ്മിയുടെ എൻട്രി വന്നപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം ഒരു 10 വയസ്സുകാരി സിറ്റിസൺ റിപ്പോർട്ടർ മത്സരത്തിലേക്ക് എൻട്രി അയക്കുക, ആ കൗതുകവും ആ സന്തോഷവും കൊണ്ടാണ് അനന്തലക്ഷ്മിയെ മത്സരത്തിലേക്ക് മറ്റ് മാനദണ്ഡങ്ങളൊന്നും നോക്കാതെ തന്നെ തിരഞ്ഞെടുത്തത്. മത്സരത്തിൽ പങ്കെടുക്കാനെത്തിയതിന് അനന്തലക്ഷ്മിയോട് സിറ്റിസൺ റിപ്പോർട്ടർ സംഘം വളരെയധികം നന്ദി പ്രകടിപ്പിക്കുന്നു. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. അനന്തലക്ഷ്മിയുടെ പെർഫോമൻസ് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഈ എപ്പിസോഡിൽ അടുത്തതായി ഇൻസ്റ്റന്റ് റിപ്പോർട്ടിംഗ് മത്സരത്തിൽ പങ്കെടുക്കാനെത്തുന്നു ബിന്ദു വിനോദ്. I do not even hate the Talib who shot me. Even if there is a gun in my hand and he stands in front of me, I would not shoot him. This is the compassion that I have learned from Muhammad, the Prophet of Mercy, and Jesus Christ and Lord Buddha. This is the legacy of change that I have inherited from Martin Luther King, Nelson Mandela, and Muhammad Ali Jinnah. This is the philosophy of non-violence that I have learned from Gandhiji, Bacha Khan, and Mother Teresa. And this is the forgiveness that I have learned from my father and from my mother. And പെൺകുട്ടികളുടെ വിദ്യാഭ്യാസ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്നതിനിടെ താലിബാൻ ഭീകരരുടെ ആക്രമണത്തിന് വിധേയയായ മലാല യൂസഫ്സായി എന്ന 16 വയസ്സുകാരി പെൺകുട്ടിയുടെ 16ാമത്തെ ജന്മദിനമായ ഇന്ന് യു എൻ വിളിച്ചുകൂട്ടിയ ലോക യുവജന സമ്മേളനത്തിൽ മലാല പ്രസംഗിച്ചിരുന്നു. മലാലയുടെ വാക്കുകൾ ലോകത്തങ്ങോളം ഇങ്ങോളമുള്ള പെൺകുട്ടികളുടെയും സ്ത്രീകളുടെയും മനസ്സിൽ ആവേശത്തിൻ്റെ ഒരു തിരതല്ലലാണ് ഉയർത്തിയിരുന്നത്. ഒരു കുട്ടിക്കും ഒരു അധ്യാപകനും ഒരു പേനയ്ക്കും ഒരു പുസ്തകത്തിനും ഈ ലോകത്തെ മുഴുവൻ മാറ്റിമറിക്കാനാവും എന്ന മലാലയുടെ വാക്കുകൾ താലിബാനിസത്തിലൂടെ അടിച്ചമർത്തപ്പെട്ട 1000 സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും മനസ്സിൽ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ഒരു പുതിയ പ്രതീക്ഷയാണ് ഇന്ന് ഉണ്ടായിരിക്കുന്നത്. പാകിസ്ഥാൻ വടക്കു പടിഞ്ഞാറൻ പ്രവിശ്യയിലുള്ള സ്വാത് ജില്ലയിലെ മംഗോറ എന്ന പ്രവിശ്യയിൽ ജനിച്ച മലാല യൂസഫ്സായി എന്ന പെൺകുട്ടി ഇന്ന് ഈ UN-ന്റെ പ്രസംഗവേദിയിൽ എങ്ങനെ എത്തിച്ചേർന്നു എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. 2008 പെഷവാറിൽ പ്രസ് ക്ലബിലെ മലാലയുടെ ആദ്യത്തെ പ്രസംഗവും 2009 ജാനുവരി 3 BBC-യിലെ ഉറുദു വിഭാഗത്തിൽ മലാലയുടെ ആദ്യത്തെ ബ്ലോഗും മലാലയെ ലോകപ്രസിദ്ധയാക്കി. എന്നാൽ താലിബാൻ ഭീകരരുടെ കണ്ണിലെ കരടുമാക്കി. അശ്ലീലതയുടെ ഏറ്റവും വേഗം അവസാനിപ്പിക്കേണ്ട അധ്യായം എന്നവർ മലാലയെ മുദ്രകുത്തി.
അതിനോടനുബന്ധിച്ച് 2012 ഒക്ടോബർ 9 സ്കൂളിൽ നിന്നും തിരിച്ചു വരവേ മലാലയെ അവർ വെടിയുണ്ടകൾക്ക് വിധേയയാക്കി. മരണത്തെ മുഖാമുഖം കണ്ട മലാല മരണത്തിൽ നിന്നും ലോക ജനതയുടെ പ്രാർത്ഥനയ്ക്ക് വിധേയയായി ഒരു ഫെനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേൽക്കുകയായിരുന്നു. അടിച്ചമർത്തപ്പെട്ട സ്ത്രീകൾക്കും അവരുടെ വികാരങ്ങൾക്കും വേണ്ടി, അവരുടെ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശങ്ങൾക്കും വേണ്ടി ശബ്ദമുയർത്താൻ ഒരു മലാല യൂസഫ്സായി കൂടി നമുക്ക് ലഭിച്ചിരിക്കുന്നു. ബിന്ദു, മലയാളിയുടെ പ്രസംഗം ട്രാൻസ്ലേറ്റ് ചെയ്ത് പ്രസംഗിച്ചതാണോ റിപ്പോർട്ട് ചെയ്തതാണോ? ബിന്ദുവിൻ്റെ റിപ്പോർട്ടിംഗ് കേട്ട് കഴിഞ്ഞാൽ പ്രസംഗമാണെന്ന് തോന്നും. ബിന്ദു വിനോദ് മലാല യൂസഫ്സായി ആയി മാറിയോ എന്ന് ആളുകൾക്ക് തോന്നും. ബിന്ദു ടീച്ചർ ഇതിലിത്രയേ ഉള്ളൂ എനിക്ക് പറയാനുള്ള. ആ ഒരു റിപ്പോർട്ടിംഗ് ശൈലിയിലേക്ക് വന്നില്ല, പക്ഷേ എല്ലാ കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഇപ്പോൾ മലാല ഇത് യൂസഫ്സായിയെ നമ്മൾ എല്ലാവരും ലോകമെങ്ങും ഉള്ള അറിയും. അവരുടെ പുസ്തകവും വളരെ പ്രശസ്തമായി. സ്ത്രീകളുടെ അവകാശ സംരക്ഷണത്തിനും പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും വേണ്ടി അത്രയും പ്രായത്തിൽ തന്നെ അവർ പരിശ്രമിക്കുന്നത് എല്ലാവർക്കും സന്തോഷമുള്ള കാര്യവുമാണ്. എന്തായാലും ടീച്ചർക്ക് അഭിനന്ദനം. താങ്ക് യു സാർ. ഇത് ഫസ്റ്റ് ടൈമാണ് ഒരു കാര്യം റിപ്പോർട്ട് ചെയ്യുന്നത്. സോ അതുകൊണ്ടുള്ളൊരു പാളിച്ചാവാം. എല്ലാം സിറ്റിസൺ റിപ്പോർട്ടർ ആവുകയല്ലേ, ഇങ്ങനെ തന്നെയാണ് ആവുക. ചേച്ചി, ബിന്ദു പ്രസംഗം മോശമല്ല, റിപ്പോർട്ടിംഗ് ആണ് നമ്മുടെ വിഷയം എന്നുള്ളത് കൊണ്ട് മാത്രമാണ് പ്രശ്നം. പിന്നെ 2 ഭാവങ്ങളുണ്ട് ബിന്ദുവിൻ്റെ മുഖത്ത് ഞാൻ കണ്ടത്. ഒന്ന്, ബിന്ദു ടീച്ചർ ഒരു സ്ത്രീ വിമോചന മുന്നണി പോരാളിയുടെ മുഖഭാവത്തോടെയാണ് നിന്നത്. വിമോചനമൊന്നും അങ്ങനെ ആഗ്രഹിക്കണമെന്നില്ല. പിന്നെ ഒരു വിദ്യാഭ്യാസ അവകാശ വക്താവാണ്. തീർച്ചയായിട്ടും. അപ്പോൾ എന്തായാലും ആ മലാലയുടെ ആ ജീവിതം അതിൻ്റെ തീവ്രതയോടെ ബിന്ദു ഏത് രീതിയിലായാലും ശൈലിയിലായാലും അവതരിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കുഴപ്പമില്ല. റിപ്പോർട്ടിങ്ങിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടി ശൈലി മാറ്റി ചെയ്താൽ മാത്രം മതി കേട്ടോ. ഓക്കെ ബിന്ദു, അപ്പോൾ ജഡ്ജസിൻ്റെ കമൻറ്റുകൾ വളരെ പ്രോത്സാഹനജനകമാണ്. ഓൾ ദി ബെസ്റ്റ്. 2 മത്സരാർത്ഥികളുടെ ഇൻസ്റ്റൻറ്റ് റിപ്പോർട്ടിംഗ് നിങ്ങൾ കണ്ടു കഴിഞ്ഞു, അനന്തലക്ഷ്മിയുടെയും ബിന്ദു വിനോദിൻ്റെയും. ഇനിയുമുണ്ട് മത്സരങ്ങൾ ഈ എപ്പിസോഡിൽ ബാക്കി. ശോഭിത സോളാർ സിറ്റിസൺ റിപ്പോർട്ട് 2014 പവേർഡ് ബൈ IIIQവിൽ ഒരു ചെറിയ ഇടവേള. നമസ്കാരം. ശോഭിത സോളാർ സിറ്റിസൺ റിപ്പോർട്ട് 2014 പവേർഡ് ബൈ IIIQവിലേക്ക് വീണ്ടും പ്രേക്ഷകർക്ക് സ്വാഗതം. 2 മത്സരാർത്ഥികൾ ഇൻസ്റ്റന്റ് റിപ്പോർട്ടിങ്ങിൽ മാറ്റുരയ്ക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനിയുള്ളത് 2 മത്സരങ്ങൾ, വാർത്താ അവതരണവും ലൈവ് റിപ്പോർട്ടിങ്ങും. നമസ്കാരം. സിറ്റിസൺ റിപ്പോർട്ടർ വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തെ ഇസ്ലാം മതവിശ്വാസികൾ ബലിപെരുന്നാൾ ആഘോഷിക്കുന്നു. പള്ളികളിലും ഈദ്ഗാഹുകളിലും പ്രത്യേക പ്രാർത്ഥനകൾ നടന്നു. തൃശൂർ മെഡിക്കൽ കോളേജിലെ സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് തുക വകമാറ്റി ചെലവാക്കുന്നു. ഫണ്ട് മെഡിക്കൽ വിദ്യാർത്ഥികൾക്കുള്ള സ്റ്റൈപ്പൻഡ് തള്ളാൻ വകമാറ്റി. ഫണ്ട് വകമാറ്റാനുള്ള കത്ത് റിപ്പോർട്ടർക്ക്. റിപ്പോർട്ടർ എക്സ്ക്ലൂസീവ്. സർക്കാരിന്റെ പുതിയ മദ്യനയത്തിന്റെ ഭാഗമായ ആദ്യ ഡ്രൈ ഡേ ഇന്ന്. ഇനി മുതൽ എല്ലാ ഞായറാഴ്ചകളിലും കള്ളുഷാപ്പുകൾ അടക്കമുള്ള മുഴുവൻ മദ്യവിൽപ്പനശാലകളും അടച്ചിടും. ഇനി സ്പോർട്സ് വാർത്തകൾ. ചാമ്പ്യൻസ് ലീഗ് 2020 ടീമിൽ ചെന്നൈ സൂപ്പർ കിങ്സിന് ലാലിഗയിലുള്ള ബാഴ്സലോണ മുന്നേറ്റം തുടരുന്നു. റോയോ വല്ലക്കാനെ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് തോൽപ്പിച്ചു. പ്രീമിയർ ലീഗിലുള്ള സിറ്റിക്കും ലിവർപൂളിനും ജയം. വാർത്തകൾ വിശദമായി. മരുന്നുകളുടെ വില നിയന്ത്രണ അധികാരം എടുത്തുകളയാനുള്ള കേന്ദ്ര സർക്കാർ നിയമത്തിനെതിരെ മരുന്നുകളുടെ വില നിയന്ത്രണ അധികാരം എടുത്തുകളയാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനത്തിനെതിരെ IMA തീരുമാനം അംഗീകരിക്കാനാകില്ലെന്ന് IMA വ്യക്തമാക്കി. വില നിയന്ത്രിക്കാൻ കാര്യക്ഷമമായ കൂടുതൽ നടപടികളാണ് വേണ്ടതെന്നും IMA ആവശ്യപ്പെട്ടു. കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി നിതീഷ് ചേരുന്നു. നിതീഷ്, എന്താണ് അവിടെ നിന്ന് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ?
മിഥുൻ, ഈ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് കേന്ദ്ര സർക്കാർ മരുന്നുള്ള വില നിയന്ത്രണം എടുത്തുകളയാനുള്ള തീരുമാനം ഏറ്റെടുത്തത്. ഇതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത് ജനങ്ങളുടെ മേൽ അധിക ഭാരം അടിച്ചേൽപ്പിക്കാൻ സർക്കാർ എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്യാവശ്യം ജീവരക്ഷാ മരുന്നുകളായ പ്രമേഹത്തിനും അതുപോലെ അർബുദത്തിനും അതുപോലെ ഹൃദയരോഗത്തിനുള്ള മരുന്നുകൾ ഉൾപ്പെടെയുള്ള മരുന്നുകളുടെ ലിസ്റ്റാണ് 108 മരുന്നുകളുടെ ലിസ്റ്റാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഇതിനെ ഒഴിവാക്കിയിട്ടുള്ളത്. ഇതിൽ കൂടുതൽ എടുത്ത് പറയുന്നത് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്ക സന്ദർശിക്കുന്നത് 2 ദിവസം മുന്നെയാണ് ഈ വില നിയന്ത്രണാധികാരം എടുത്തു കളഞ്ഞിട്ടുള്ളത്. അതിനാൽ തന്നെ അമേരിക്കൻ കുത്തക മരുന്ന് നിർമ്മാതാക്കളായ GSK പോലുള്ള കുത്തക മുതലാളിമാരെ സഹായിക്കാൻ വേണ്ടിയാണോ എന്നും നമ്മൾ സംശയിക്കണം. അതുപോലെ തന്നെ വില നിയന്ത്രണാധികാരം എടുത്തു കളഞ്ഞതിന് ശേഷം ഇവർ ഓഹരി വിപണിയിൽ വൻ മുന്നേറ്റം തന്നെ നടന്നിട്ടുണ്ട്. ഇതിൽ പിന്നെ എടുത്ത് പറയേണ്ടത്, ഇതിൽ ഇപ്പോൾ ഇങ്ങനത്തെ ഒരു സംഭവത്തിലാണ് IMA പ്രതിഷേധിച്ചാണ് IMA ഇവർക്കെതിരെ വന്നിട്ടുള്ളത്, കേന്ദ്ര സർക്കാരിനെതിരെ വന്നിട്ടുള്ളത് എന്നാണ് പറയാൻ കഴിയുന്നുണ്ട്. നിതീഷ്, ഏതൊക്കെ ജീവരക്ഷാ മരുന്നുകൾക്കാണ് വില വർദ്ധിപ്പിച്ചത്? അത് എത്രത്തോളമാണ്? മിഥുൻ, ഗ്ലിവാസ്കി എന്ന് പറയുന്ന അർബുദത്തിൻ്റെ മരുന്നിൻ്റെ വില 8,500-ൽ നിന്ന് 1,00,000-ഓളമായി ഉയർന്നിട്ടുണ്ട്. 2 മാസം മുന്നേ കേന്ദ്ര സർക്കാർ ഇത് അത്യാവശ്യ മരുന്ന് പട്ടികയിൽ ചേർത്തൊരു മരുന്നാണ്. അത്യാവശ്യ മരുന്ന് പട്ടികയിൽ ചേർക്കുന്ന മുന്നേ ഇതിന് 23,000 രൂപയായിരുന്നു വില. അതാണ് പോരാടിക്ക് 1,00,000 രൂപയോളം ആക്കിയിട്ടുള്ളത്. ഈ അധ്യായത്തിലെ മത്സരങ്ങൾ പൂർണ്ണമാവുകയാണ്. വിധികർത്താക്കളുടെ വിധി നിർണ്ണയത്തിനായി നമുക്ക് കാത്തിരിക്കാം. ശോഭിത സോളാർ സിറ്റിസൺ റിപ്പോർട്ട് 2014 പവേർഡ് ബൈ IIIQവിൽ ഒരു ചെറിയ ഇടവേള. ശോഭിത സോളാർ സിറ്റിസൺ റിപ്പോർട്ടർ 2014 പവേർഡ് ബൈ IIIQവിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും വീണ്ടും സ്വാഗതം. വിധികർത്താക്കൾ എങ്ങനെയാണ് വാർത്താ വായനയുടെ ഭാഗികതയാണോ പൂർണ്ണതയാണോ കണ്ടെത്തിയത് നോക്കാം. അതുപോലെ എന്ത് തോന്നുന്നു റിപ്പോർട്ടിങ്ങിൽ എന്ന അഭിപ്രായം നമുക്ക് കേൾക്കാം. നിതീഷ് വൃന്ദാവനം, സാർ, ഇത്രയായിട്ടും മലയാളം പഠിച്ചിട്ടില്ല അല്ലേ? ദിവസം കുറേയായി. മലയാളം പഠിക്കാതെ മുമ്പോട്ട് പോകാൻ പറ്റുമോ? പഠിക്കാൻ സാർ, ആ വിഷയം മാത്രമേ മനസ്സിലായിട്ടുള്ളൂ. അത് ഫോളോ ചെയ്യാൻ, കേൾക്കുന്ന ഒരാൾക്ക് ഫോളോ ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. എങ്കിലും ആ വിഷയം അറിയാം, പഠിച്ചിട്ടുണ്ട്. ആ പറയാനുള്ള, അത് എക്സ്പ്രസ് ചെയ്യാനുള്ളൊരു പ്രശ്നം മാത്രമാണ്. അത് ഈ ഭാഷയുടെ തടസ്സമാണ്. അത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇത്തിരി ആ ഒരു കോൺഫിഡൻസ് കാണിക്കുന്നുണ്ട്. മിഥുൻ പരിഭ്രമമില്ലാതെ വായിച്ചു, പക്ഷെ തെറ്റിച്ചു. തൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടും തിരിച്ചു പിടിച്ചു. പലപ്പോഴും സാധാരണ നമ്മുടെ വാർത്താ വായനക്കാർ ചെയ്യുന്ന ചില ട്രിക്കുകളൊക്കെ മിഥുനും പുറത്തെടുത്തു. അതിന് എന്തായാലും മിഥുന് ആശംസകൾ. മിഥുൻ, വാർത്ത വായനയേക്കാളും നല്ലത് റിപ്പോർട്ടിംഗ് അല്ലേ? അല്ല, എല്ലാം നല്ലതാണ്. അങ്ങനെയാണ് തോന്നുന്നത്. അതെ. നന്നായി വായിച്ചോ? ഇല്ല. എന്തുകൊണ്ടാ? അത് ചെറിയ സാങ്കേതിക പ്രശ്നം. സാങ്കേതിക പ്രശ്നം മുഴുവൻ സാങ്കേതിക പ്രശ്നമല്ല, കുറച്ചൊക്കെ എൻ്റെ പ്രശ്നം. കയറി വായിച്ചു അല്ലേ? അതെ. പിന്നെ ഇടയ്ക്കൊക്കെ ഏതൊക്കെയോ വാക്കുകളിൽ തട്ടി വീണു. അതെ. അപ്പോൾ എനിക്ക് തോന്നുന്നു കണ്ടതിൽ റിപ്പോർട്ടിംഗ് ആണ് കുറച്ചുകൂടി നല്ലത്. വായിക്കാം, പക്ഷേ കുറച്ചുകൂടി ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. അതുപോലെ തന്നെ നിതീഷ് കഴിഞ്ഞ പ്രാവശ്യത്തേക്കാളൊക്കെ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുണ്ട്. എവിടെ തട്ടി വീണാലും ഞാൻ വീഴത്തില്ല, എഴുന്നേറ്റ് വരും എന്ന് തീരുമാനിച്ചിട്ട് തന്നെയാണ് വന്നേക്കുന്നത് അല്ലേ? നിരന്തരം പറഞ്ഞ് ശീലിച്ചാൽ മതി. മലയാളം പറയാനായിട്ട് ധൈര്യപ്പെട്ട് ഇവിടെ ഒന്ന് ആഗ്രഹിച്ചു വന്നതല്ലേ, പഠിക്കുക കേട്ടോ. ഇവരുടെ മാർക്ക് അറിയുന്നതിന് മുമ്പ് മറ്റ് 2 മത്സരാർത്ഥികളെ കൂടി നമുക്ക് വേദിയിലേക്ക് ക്ഷണിക്കാം. അനന്തലക്ഷ്മി, ബിന്ദു, വിനോദ്. നമുക്കിനി മാർക്ക് പ്രഖ്യാപിക്കാം. ആദ്യം അനന്തലക്ഷ്മി. നമ്മുടെ കൊച്ചു സിറ്റിസൺ റിപ്പോർട്ടർ അനന്തലക്ഷ്മി ഒരു 70 മാർക്ക് തന്നാലോ? മതി. എന്നാൽ ശരി, 70 മാർക്ക് തന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ മോൾക്ക് 82 മാർക്ക്. മിഥുൻ്റെ റീഡിങ്ങിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു, കാര്യങ്ങൾ പറഞ്ഞു. മിഥുന് 75 മാർക്കാണ്.
മിഥുൻ 75. നിതീഷിന് കുറച്ച് ഇത്തിരി മെച്ചപ്പെട്ടതുകൊണ്ട് കഴിഞ്ഞ തവണത്തേക്കാളും അല്പം കൂടി കൂട്ടി തരുന്നുണ്ട്. 70 മാർക്ക്. താങ്ക് യു സാർ. 71 മാർക്ക്. താങ്ക് യു മാഡം. ടീച്ചർക്ക് 80 മാർക്കാണ്. ബിന്ദു 80. ശോഭിത സോളാർ സിറ്റിസൺ റിപ്പോർട്ടർ 2014 പവേർഡ് ബൈ IIIQവിൻ്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. കൂടുതൽ മത്സരാർത്ഥികളുടെയും മത്സരങ്ങളുടെയും വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ഇനി നിങ്ങളുടെ ഊഴം.